ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്ത് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു മത്തി ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ മസാല ചേർത്ത് തയ്യാറാക്കി എടുത്തിട്ടുള്ള മത്തി ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വേഗം തന്നെ നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതവിടെ 5 മത്തി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചതാട്ടോ. പിന്നെ ഇത് നല്ല വലിപ്പമുള്ള മത്തിയാണ്. വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ അധികം വലിപ്പമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. നല്ല വലിപ്പമുണ്ട്, അതുപോലെ നല്ല മുള്ളുള്ള മത്തിയാണ്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടേനു. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇതവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 10 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തതിന് ശേഷം കേട്ടോ ചേർക്കുന്നത്. പിന്നെ ചെറിയ 2 കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 4 കാന്താരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിലേക്കൊരു 1 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ ഇത് അരഞ്ഞ് കിട്ടാത്തത് കാരണം 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ അരപ്പ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അരപ്പ് ഞാൻ ഇതവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതെന്നോട് മറന്നു പോയതാട്ടോ. അങ്ങനെ ഞാൻ ഇത് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മസാല നമ്മുടെ മത്തിയിലേക്ക് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു മസാലയിൽ നന്നായിട്ട് മീനിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയുള്ള ഈ ബാക്കിയുള്ള ഈ ഒരു മസാല ഉണ്ടല്ലോ, ഇത് നമ്മൾ കളയണ്ട, നമുക്ക് ലാസ്റ്റ് ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ ഒരു 15 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടേനു. അതിന് ശേഷം ഞാൻ മീനിത് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ മീനിൻ്റെ മുകളിൽ ഞാൻ വീണ്ടും കുറച്ച് മസാലയെല്ലാം കൈവച്ച് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനി മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു മസാലയെല്ലാം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, ഇങ്ങനെ തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി മീൻ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മീൻ ഞാൻ ഇതവിടെ മുഴുവനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ 2 ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി പാത്രത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് മീനെല്ലാം മാറ്റി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിൽ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലുമാണ് ഇതുപോലെ ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ആ ഒരു മസാലയുടെ പച്ചമണമെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ മസാലയുടെ പച്ചമണമെല്ലാം ഒന്ന് നന്നായിട്ട് മാറി വന്നതിന് ശേഷം മീൻ ഈ ഒരു മസാലേൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു മസാലയിൽ മീനിൻ്റെ മുകളിൽ ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മീൻ നിങ്ങൾ ഇതുവരെ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും പിന്നെ മീൻ എന്തിൻ്റെ കൂടെ കഴിക്കാനാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, അതെല്ലാവർക്കും അറിയാം. നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ 2 മിനിറ്റ് നേരം നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന്
ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഇതിവിടെ ഓഫ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതിവിടെ വാഴയിലയില കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ചൂടോടെ ഈ ഒരു വാഴയിലയിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല എന്താ പറയുക, ആ ഒരു വാഴയിലയുടെ സ്മെല്ലും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെയും പിന്നെ എന്താ പറയുക നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്ത ഉലുവാപ്പൊടിയില്ലേ അതൊക്കെ കൂടി ചേരുമ്പോൾ നല്ലൊരു നാടൻ സ്മെല്ലാട്ടോ. എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, നല്ല അടിപൊളി സ്മെല്ല് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ബാക്കി വന്നിട്ടുള്ള മസാലയൊന്നും കളയണ്ട. നമുക്ക് ആ ഒരു പാത്രത്തിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് ഇതുപോലെ മീനിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കുക. നല്ല ചൂടോടെ വാഴയിലയിൽ ഇതിങ്ങനെ വേറൊരു ഇല ഒരു പീസ് കൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു സ്മെല്ലായിരിക്കും. അങ്ങനെ ഞാൻ ഇതിവിടെ കുറച്ച് വീഡിയോയിൽ മൊഞ്ചായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് എന്താ പറയുക സവാളയിൽ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് കുറച്ച് മൊഞ്ചാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.